രഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യമുന തീരാവനചാരേ കുഞ്ച വിഹാരേ ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അതും അതിശ്രേഷ്ഠമായ ഈ ഒരു ദിവസം, അതിശ്രേഷ്ഠമായ ദിവസം എന്ന് പറയുമ്പോൾ എന്താ? ഏകാദശി. ഏകാദശി. അങ്ങനെ ഒരു ദിവസം നമുക്ക് കൂടാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷം. എല്ലാ ഭക്തന്മാർക്കും ശ്രേഷ്ഠമായ സാഷ്ടാംഗ പ്രണാമം. ഹരേ കൃഷ്ണ. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഹരേ കൃഷ്ണ. എത്രയെത്ര അവസരങ്ങളാണ് നമുക്ക് ഏകാദശിയിലൂടെ കിട്ടുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഭഗവാനെ സേവിക്കാൻ. ഹരേ കൃഷ്ണ. ഭഗവാനെ സേവനം ചെയ്യാൻ, അതുവഴി നമ്മുടെ പാവങ്ങളെ മാറ്റിയെടുക്കാൻ ഓരോ ഏകാദശിയും നമുക്ക് ഓപ്പർച്യൂണിറ്റി തരികയാണ്. ഹരേ കൃഷ്ണ. നമ്മൾ എവിടെയാ വായിച്ചുകൊണ്ടിരുന്ന പ്രഭു? ഹരേ കൃഷ്ണ പ്രഭു. ശ്ലോകം 33 വരെ എടുത്തത്. അധ്യായം 81 ശ്ലോകം 33 എടുത്തു. ഇനി 34 എടുക്കണം. യെസ്, ഇനി 54 എടുക്കണം. ഹരേ കൃഷ്ണ. ഇവിടെ ഒന്ന് റീക്യാപ്പ്. ശ്രേഷ്ഠനായ സുധാമ ബ്രാഹ്മണൻ തൻ്റെ ഗൃഹത്തിൽ തിരിച്ചെത്തിയ ശേഷം പിന്നീട് കണ്ട മാറ്റങ്ങളും, അതിനുശേഷം സുന്ദരിയായ ഭാര്യ വന്ന് സ്വീകരിച്ചതിന് ശേഷം സുധാമ ബ്രാഹ്മണൻ ഒരു യൗവനമായ ഒരു സൗന്ദര്യം കിട്ടുകയും ചെയ്യുന്നു. അല്ലേ? ശരിയല്ലേ? അതെ പ്രഭു. ഹരേ കൃഷ്ണ. നമ്മൾ 34 ശ്ലോകത്തിലോട്ട് ചെല്ലുന്നു. വായിക്കാൻ പോകാം. ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 34. ധന്യബ്രുവാണോ ദിശത്തെ സമക്ഷം യാചിഷ്ണവേ ഭൂര്യവിഭൂരി ഭോജ പർജന്യവത്തത് സ്വയമീക്ഷമാണോ ദാശാർഹകാണാമൃഷഭ സഖാമി. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. ദാശാർഹരിൽ സർവശ്രേഷ്ഠനും അളവറ്റ സമ്പത്ത് ഭുജിക്കുന്നവനുമായ എന്റെ സുഹൃത്ത് ഭഗവാൻ കൃഷ്ണൻ ഞാൻ യാചിക്കാൻ രഹസ്യമായി ഉദ്ദേശിച്ചിരുന്നു എന്ന് മനസ്സിലാക്കി. ഞാൻ മുന്നിൽ നിന്നപ്പോൾ ഒന്നും പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം എന്റെ മേൽ ധാരാളം സമ്പത്ത് ചൊരിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ കാരുണ്യം നിറഞ്ഞ കാർമേഘത്തെ പോലെ അദ്ദേഹം പ്രവർത്തിച്ചു. കൃഷ്ണ. ഇവിടെ എന്റെ മനസ്സ്, ഞാൻ ചോദിക്കുന്നില്ലെങ്കിലും എന്താണ് യാചിക്കാൻ വന്നതെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി. ഇത് തന്നെയല്ലേ ശ്രേഷ്ഠയായ പതിവ്രതയായ പത്നി പറഞ്ഞു വിട്ടത്? ഒന്നും ചോദിക്കണ്ട, അവിടെ പോയി നിന്നാൽ മതി. പഠിക്കുകയോ പഠിക്കാതിരിക്കുകയോ, മനസ്സിലായോ മനസ്സിലാവാതിരിക്കുകയോ എന്തും ചെയ്തോട്ടെ, സത്സംഗത്തിൽ ചെന്ന് വെറുതെ പോയി ഇരുന്നാൽ മതി. അത്രയെങ്കിലും നമ്മൾ ചെയ്യണം എന്നർത്ഥം. അല്ലേ? ആണോ അല്ലേ? സത്സംഗത്തിന് സമയമുണ്ട്. ഇതാണ് നമ്മുടെ ഷെഡ്യൂൾ. സത്സംഗത്തിന്റെ ഷെഡ്യൂൾ ഇതാണെങ്കിൽ
ഞായറാഴ്ച ദിവസം സത്സംഗം ഉണ്ടെങ്കിൽ ആ സത്സംഗത്തിൽ നമ്മൾ ചെന്നിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. വേറൊന്നും നോക്കണ്ട. ആദ്യ ദിവസങ്ങളിൽ മനസ്സിലാവാതിരിക്കാം, ആദ്യ ദിവസങ്ങളിൽ ബോറടിക്കാം, പക്ഷെ അതിൻ്റെ അവസാനം വരുമ്പോൾ നമ്മൾ സന്തോഷം വരും. എന്താ എന്താ ഹരേഷ്ണ ശ്ലോകം ഏ എത്രാന്നൊന്ന് പറയോ? ശ്ലോകം എത്രാന്നൊന്ന് പറയോ? ശ്ലോകം ദശമസ്കന്ധം ആ 81-ാമത്തെ അധ്യായം 34-ാമത്തെ ശ്ലോകം. 81-34. ആ ഹരേ കൃഷ്ണ. സത്സംഗത്തിന്റെ അവസാനം എത്ര ബോറടിച്ചാലും ഉറങ്ങിക്കഴിഞ്ഞാലും സമയമാവും. എന്താ സന്തോഷം വരുന്നത്? പ്രസാദം കഴിക്കാം. ആ ഞങ്ങളൊക്കെ ഉണരുന്ന ആ സമയത്തായിരുന്നു. അതുവരെ അവിടെ ഇരുന്ന് ഉറങ്ങുമായിരുന്നു. എന്റെയൊക്കെ ഉറക്കം കണ്ടിട്ട് ശ്രീ ജയസാക്ഷിദാസ് പ്രഭു പറഞ്ഞിട്ടുണ്ട്, ആ സത്സംഗത്തിൽ വന്നിരുന്ന് ഉറങ്ങാനും ഭാഗ്യം വേണമെന്ന് പറയും. ഭഗവാന്റെ കഥകൾ കേട്ടുറങ്ങില്ലേ എന്ന് ചോദിക്കും. ഉം. അതേസമയം പ്രസാദം കഴിക്കാൻ മുൻപന്തിയിലായിരിക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ മറ്റൊരു വാക്ക് പറയുന്നുണ്ട്. എന്താ? പർജന്യൻ. ആരാ പർജന്യൻ? ഉം. ആരാ പർജന്യൻ? പർജന്യദേവൻ ആരാ? വർദ്ധനി മഴയുടെ ആരാ? ഇന്ദ്രൻ ആരാ? മഴ ആ? മഴ പെയ്യുന്നു. വരും. ഉം. പ്രമേഹമാണ്. പ്രമേഹം. ആ ഇന്ദ്രന് മുകളിലായിട്ട് ആരാ നിൽക്കുന്നത്? പർജന്യദേവൻ ആരാ മഴ നിൽക്കുന്നത്? ആ പെയ്യുന്നു. പർജന്യദേവൻ ആരാ? ഭഗവാൻ. ആ ഭഗവാൻ കൃഷ്ണൻ കാർമേഘത്തിന്റെ നിറം പോലെ ഇരിക്കുന്നു. ഏതാ ശ്ലോകം വരുന്നത് ഭഗവത്ഗീതയില്? ഉം. ഏതാ ശ്ലോകം വരുന്നത്? അന്നഭവന്തി ഭൂതാനി യജ്ഞാത് ഭവന്തി ഭൂതാനി ആ പർജന്യതന്യ യജ്ഞാത് ഭവതി പർജന്യ യജ്ഞകർമ്മ സമർപ്പവ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ പറയാൻ പറ്റുമോ? പറ്റുമോ? ശരി, എടുത്തു വെച്ചാട്ട് ഭാവാർത്ഥം വായിച്ചിട്ട് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീകൃഷ്ണൻ ഭൂരി ഭോജനാണ്, അപരിമിതമായി ആസ്വദിക്കുന്നവൻ. സുദാമാവ് പറയാത്ത അദ്ദേഹത്തിന്റെ ആവശ്യം നിറവേറ്റാൻ പോവുകയാണെന്ന് ഭഗവാൻ അറിയിച്ചില്ല. എന്റെ എല്ലാ സമ്പത്തിനേക്കാളും വലുതായ ഈ അവിൽമണികൾ എന്റെ പ്രിയമിത്രം എനിക്ക് നൽകിയിരിക്കുന്നു. എനിക്ക് നൽകാൻ അവന്റെ ഗ്രഹത്തിൽ ഒന്നുമില്ലായിരുന്നെങ്കിലും ഉം. അയൽപക്കത്ത് നിന്ന് യാചിച്ചു വാങ്ങിക്കൊണ്ടുവരാൻ അവൻ മെനക്കെട്ടു. അതിനാൽ ഉം. എനിക്ക് സ്വന്തമായിട്ടുള്ളതിനേക്കാളെല്ലാം വലുതായ എന്തെങ്കിലും അവന് നൽകേണ്ടതാണ് ഉചിതം. പക്ഷേ എനിക്കുള്ളതിനേക്കാൾ തുല്യമായോ വലുതായോ ഒന്നും തന്നെ ഇല്ല. അതിനാൽ ഇന്ദ്രന്റെയോ ബ്രഹ്മാവിന്റെയോ മറ്റ് ദേവന്മാരുടെയോ സമ്പത്ത് പോലുള്ള നിസ്സാരമായ എന്തെങ്കിലും നൽകാനേ എനിക്ക് കഴിയുകയുള്ളൂ എന്ന് ഭഗവാൻ ആ സമയത്ത് ചിന്തിക്കുകയായിരുന്നുവെന്ന് ശ്രീ വിശ്വനാഥ ചക്രവർത്തി പറയുന്നു. ഭക്തന്റെ അർപ്പണത്തിന് പകരം നൽകാൻ വേണ്ടതുപോലെ കഴിയാത്തതിനാൽ ലജ്ജിതനായി അദ്ദേഹം നിശബ്ദനായി ബ്രാഹ്മണന്റെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞു. ജീവിതത്തിന് എങ്ങും ഉള്ളവർക്കും നൽകുകയും പക്ഷെ കർഷകൻ നൽകുന്ന സമൃദ്ധമായ ഉപഹാരങ്ങൾക്ക് പകരം താൻ നൽകുന്ന മഴ വളരെ നിസ്സാരമെന്ന് കരുതുകയും ചെയ്യുന്ന ഉദാരമതിയായൊരു മഴമേഘത്തെ പോലെയാണ് ഭഗവാൻ പെരുമാറിയത്. ആ ലജ്ജ മൂലം കർഷകൻ ഉറങ്ങുന്ന സമയം നോക്കി വന്ന് കാർമേഘൻ രാത്രിയിൽ അവരുടെ വയലുകളിൽ മഴ പെയ്യിക്കുന്നു. കൃഷ്ണനെ Right. ഉപമിക്കുന്ന ദാസാർഹ വംശ മുഖ്യന്മാർ ഉദാരശീലത്തിന് പേരുകേട്ടവരാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നോക്കണം, ഭഗവാൻ എത്ര ഉദാരമതിയായിട്ടാണ് ചിന്തിക്കുന്നത്. എല്ലാം ഭഗവാന്റേതാണെങ്കിലും ഒന്നും ഭഗവാന്റേതല്ലാതുള്ള ചിന്തയും ആ പരിത്യാഗം. അതേസമയം നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾക്ക് ആ ഭക്തനോട് ഭഗവാൻ കാണിക്കുന്ന ഒരു അനുകമ്പയാണിത്. ആ സേവനങ്ങൾക്ക് മതിയാകുന്നില്ല. ആ ഒരു സന്തോഷമാണ് നമുക്ക് ഭഗവാനിൽ നിന്ന് നമ്മളിൽ നിന്ന് ഭഗവാൻ കൊടുക്കേണ്ടത്. എന്ത് സന്തോഷം? ഭക്തിയുത സേവനത്താൽ ഭഗവാനെ നമ്മൾ പ്രീതിപ്പെടുത്തണം.
അല്ലേ? അങ്ങനല്ലേ? അതെ അതെ പ്രഭു. നമുക്കൊരാളോട് ഇഷ്ടം അതെ തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും എന്ന് പറയുന്നത് പോലെ. ആ അതുകൊണ്ടാണ് രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നത്. ഉം. കൂടുതലും മഴ വരുന്നത് ഏത് സമയത്താണ്? പകലോ രാത്രിയോ? രാത്രിയില് രാത്രി രാത്രിയാണ്. രാത്രി എന്തുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ തിരഞ്ഞെടുക്കുന്നത്? സ്വസ്ഥമായിട്ട് എല്ലാവരും കിടന്നുറങ്ങി നമ്മളെ അനുഗ്രഹിക്കുകയാണ്. രാവിലെ നേരം വെളുക്കുമ്പോഴത്തേന് കൃഷിയിടങ്ങളിലൊക്കെ എൻ്റെ ഭക്തന് കൃഷി ചെയ്യാനുള്ള സംവിധാനം ശരിയാക്കി കൊടുക്കണം എന്ന് അർത്ഥം. ഹരേ കൃഷ്ണ. മാതാജി മറ്റേത് എടുത്തായിരുന്നു. അന്നാദ്ഭവന്തി ഭൂതാനി. കൃഷ്ണ എടുത്തു വായിച്ചിട്ട്. ഭഗവതി വാസുദേവായ. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവഃ. വിവർത്തനം ശീലപ്രഭാത്. എല്ലാ ജീവജാലങ്ങളും ധാന്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. അതാകട്ടെ മഴ മൂലം ഉണ്ടാകുന്നു. മഴ യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു. യജ്ഞങ്ങൾ വിധിപ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്നും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിധിപ്രകാരമുള്ള കർമ്മം. എന്താ വിധിപ്രകാരമുള്ള കർമ്മം? കലിയുഗത്തില് നാമസങ്കീർത്തനം. മഹാമന്ത്രജപം. മഹാമന്ത്രം, നാമജപയജ്ഞം, മഹാമന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അടുത്ത ശ്ലോകത്തിലോട്ട് പോയിട്ട് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 35. കിഞ്ചിത് കരോത്യുർവപി യത്സ്വദത്തം സുഹൃത്കൃതം ഫൽഗുപി ഭൂരികാരേ മയോപനീതം പൃഥുകൈകമുഷ്ടിം പ്രത്യഗ്രഹീത് പ്രീതിയുതോ മഹാത്മാ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവാൻ താൻ നൽകുന്ന ഏറ്റവും മഹത്തായ അനുഗ്രഹങ്ങളെപ്പോലും നിസാരങ്ങളെന്ന് കരുതുകയും തന്റെ സുഹൃത്തായ ഭക്തൻ നൽകുന്ന ചെറിയ സേവനത്തെ പോലും മഹത്തായി കണക്കാക്കുകയും ചെയ്യുന്നു. ഞാൻ നൽകിയ ഒരു കൈപ്പിടി അവൽ തികഞ്ഞ പ്രീതിയോടെ പരമാത്മാവായി അദ്ദേഹം സ്വീകരിച്ചു. ആലോചിച്ച് നോക്കണം. ഒന്നുകൂടെ വായിച്ച ട്രാൻസ്ലേഷൻ. ഭഗവാൻ താൻ നൽകുന്ന ഏറ്റവും മഹത്തായ അനുഗ്രഹങ്ങളെ പോലും നിസാരങ്ങളെന്ന് കരുതുകയും തന്റെ സുഹൃത്തായ ഭക്തൻ നൽകുന്ന ചെറിയ സേവനത്തെ പോലും മഹത്തായി കണക്കാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ 24 മണിക്കൂറും ഭക്തന്മാരോടൊപ്പം ഉള്ളത്. ഞാൻ നൽകിയ ഒരു കൈപ്പിടി അവൽ തികഞ്ഞ പ്രീതിയോടെ പരമാത്മാവായ അദ്ദേഹം സ്വീകരിച്ചു. തികഞ്ഞ പ്രീതിയോടെ. നാഹം തിഷ്ടാമി വൈകുണ്ഠേ. ശ്ലോകം. നാഹം തിഷ്ടാമി വൈകുണ്ഠേ യോഗിനാം ഹൃദയേഷു നാരദ ഹൃദയേഷു ഹൃദയേഷു. ശ്ലോകം ഏതാ? നാഹം തിഷ്ടാമി വൈകുണ്ഠേ യോഗിനാം ഹൃദയേഷു തത്ര തിഷ്ടാമി നാരദ യത്ര ഗായന്തി മദ്ഭക്ത. എന്താ അവിടെ പറയുന്നത്? നാഹം അർജുന ഒരു കാര്യം മനസ്സിലാക്കൂ. നാഹം തിഷ്ടാമി വൈകുണ്ഠേ. അർജുന, ഞാൻ വൈകുണ്ഠത്തിലില്ല. യോഗിനാം ഹൃദയേഷുവ, ഞാൻ യോഗിമാരുടെ ഹൃദയത്തിലില്ല. പിന്നെ എവിടാ നാരദ ഞാൻ ഉള്ളത്? തത്ര തിഷ്ടാമി നാരദ, ഞാൻ അവിടെ ആയിരിക്കും നാരദ. തത്ര തിഷ്ടാമി, ഞാൻ അവിടെ ആയിരിക്കും നാരദ. പിന്നെ എവിടെയാണ്? എത്ര ഗായന്തി മദ്ഭക്ത. എത്ര ഗായന്തി, ആരാണോ എന്നെക്കുറിച്ച് എപ്പോഴും സ്മരിക്കുന്നത്. ഗായന്തി, ആരാണോ എപ്പോഴും എന്നെക്കുറിച്ച് പാടുന്നത്, ചിന്തിക്കുന്നത്, സ്മരിക്കുന്നത്, അവിടെ ആയിരിക്കും നാരദ ഞാൻ ഉള്ളത്. 24 മണിക്കൂറും ഭഗവാൻ ഭക്തന്മാരോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഭഗവാൻ ആവർത്തിച്ച് പറയുന്നു. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകമായിട്ട് വായിച്ചോ. ഹരേ കൃഷ്ണ. ശ്ലോകം 36. തസ്യൈവ മേ സൗഹൃദ സഖ്യ മൈത്രി ദാസ്യം പുനർജന്മനി ജന്മനി സ്യാത് മഹാനുഭാവേന ഗുണാലയേന വിഷജ്യത സത്പുരുഷപ്രസംഗ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. എല്ലാ അതീന്ദ്രിയ ഗുണങ്ങളുടെയും നിവാസ സ്ഥാനമായ മഹാനുഭാവനാണ് ഭഗവാൻ.
ജന്മത്തോറും ഞാൻ അദ്ദേഹത്തെ പ്രേമത്തോടെയും സഖ്യത്തോടെയും മൈത്രിയോടെയും സേവിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഭക്തന്മാരുമായുള്ള അതുല്യ സമ്പർക്കം കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് അത്തരം ദൃഢമായ ആസക്തി പരിപോഷിപ്പിക്കട്ടെ. ആ അങ്ങനെ അവസാനത്താ പറഞ്ഞിരിക്കുന്നത്, ഏറ്റവും അവസാനത്തെ വരി എന്താ പറഞ്ഞേക്കുന്നത്? ഞാൻ അദ്ദേഹത്തോട് അത്തരം ദൃഢമായ ആസക്തി പരിപോഷിപ്പിക്കട്ടെ. എങ്ങനെ? അമൂല്യ സമ്പർക്കം കൊണ്ട്. അമൂല്യ സമ്പർക്കം കൊണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ഭക്തന്മാരുമായുള്ള അമൂല്യ സമ്പർക്കം. അപ്പൊ വൈഷ്ണവ സമ്പർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും സമ്പർക്കമല്ല, അമൂല്യമായ സമ്പർക്കമാണ്. നമ്മൾ ഇതൊക്കെ ഒരു പക്ഷെ സാധാരണയായി കാണുന്നു, സത്സംഗത്തിന് പോകുന്നു, കുറെ പേരെ കാണുന്നു, സംസാരിക്കുന്നു. പക്ഷേ അവിടെ അമൂല്യമായ ഒരു അസോസിയേഷനാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഭഗവാന്റെ ഭക്തന്മാരാണ്. ഭക്തന്മാരുമായിട്ട് ഭഗവാൻ അഭേദ്യമായൊരു ബന്ധമുണ്ടാകും. അപ്പോൾ ഒരു നവാഗതനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു മഹാഭാഗ്യമാണ് ഈ സത്സംഗം, അസോസിയേഷൻ എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, ഭഗവാന്റെ അമൂല്യ സമ്പർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന അവിടെ ഇരിക്കുന്ന ഭക്തന്മാര് മാത്രമല്ല, പിന്നെ വേറെ ആരുടെയൊക്കെ സാന്നിധ്യം അവിടെ ഉണ്ടാവും? എല്ലാ ദേവന്മാരുടെയും ഗുരുജനങ്ങളുടെയും 30 ദേവതമാരുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാകും. നിസാരമല്ല ഈ സത്സംഗം എന്ന് പറയുന്നത്. ഭഗവാന്റെ നാമം എവിടെയുണ്ടോ അവിടെ ദേവീദേവതമാരെല്ലാം സന്നിഹിതരായിരിക്കും. അവരെല്ലാം ഭഗവാന്റെ നാമം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ആ നാമം കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ വരുമ്പം നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഞാൻ മുൻപും ഇതേ കഥ പറഞ്ഞിട്ടുണ്ട്, ശീല പ്രഭുപാദരുടെ അനുഭവം. അദ്ദേഹം ഒരു വേദിയിൽ പ്രഭാഷണത്തിന് വിളിച്ചപ്പോൾ ഏറ്റവും ലാസ്റ്റ് മൊമെന്റിലാണ്, സമയത്തോടനുബന്ധിച്ചപ്പോഴാണ് അവിടെ എത്തിയത്. എല്ലാവരും സന്നിഹിതരായിരുന്നു. പ്രഭുപാദര് വളരെ വേഗതയിൽ സ്റ്റേജിലേക്ക് വന്നു. പെട്ടെന്ന് ഇരിക്കുന്നതിന് മുമ്പായിട്ട്, സദസ്സിനോട് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് പെട്ടെന്ന് ആ സംഘാടകരെ വിളിച്ച് പറഞ്ഞു, ഒരു കസേര കൂടി അവിടെ ഇടാൻ. സംഘാടകർ പറഞ്ഞു, സ്വാമി എല്ലാവരും സന്നിഹിതരാണ്, സ്വാമി മാത്രമേ വരാനുള്ളൂ. പക്ഷെ എന്നിട്ടും കൂട്ടത്തിൽ നിന്നൊരു ചിലർ വിചാരിച്ചു ഇനി സ്വാമിയുടെ കൂടെ മറ്റാരെങ്കിലും കാണുമോ എന്ന് ചോദിച്ചു. സ്വാമി ഒറ്റയ്ക്കേ ഉള്ളു താനും. സ്വാമി പറഞ്ഞു, ശ്രീപ്രഭാതർ പറഞ്ഞു, ഒരു കസേര കൂടി ഇടും. വീണ്ടും വളരെ നിശ്ചിതമായിട്ട് പറഞ്ഞു. ഇപ്പം സ്വാമി പറയുന്നതല്ലേ, ഒരു കസേര കൂടി ഇടാം. അങ്ങനെ ആ കസേര അവിടെ ഇട്ടു. കാര്യം എന്താ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. എന്താ? നാരദ മഹർഷി വന്നിട്ടുണ്ട്. നാരദ മഹർഷി അവിടെ സന്നിഹിതരായിട്ടുണ്ട്. എവിടെ ഭഗവാന്റെ നാമം പാടുന്നുവോ അവിടെ നാരദ മഹർഷി ഉണ്ടാവും. എവിടെ ശ്രീരാമകഥ പറയുന്നുവോ അവിടെ ആരുണ്ടാവും? ഹനുമാൻ സ്വാമി. രണ്ടുപേരും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ ഉണ്ടാവും. പിന്നെന്ത് വേണം? ആയിരക്കണക്കിന് ലക്ഷ്മി ദേവിമാരുണ്ടാവും. നിസ്സാരമാണോ നമ്മുടെ സത്സംഗം? ആണോ? വൈഷ്ണവ സംഘം എന്ന് പറയുന്നത് നിസ്സാരമാണോ? വളരെ സെൻസിറ്റീവായിട്ട് കാണണം. നമ്മളൊരു ദിവസം ഒഴിവാക്കാൻ പെടാത്ത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പോയിരിക്കണം. അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ പോലും നമ്മൾ പോകാതിരുന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ നിർഭാഗ്യം എന്ന് വേണം പറയാൻ. എന്തോ ഒരു ഭാഗ്യക്കേട് നമ്മളെ ബാധിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ മംഗളകരങ്ങൾ സംഭവിക്കാൻ പാടില്ല എന്നുള്ള എന്തോ രീതിയിൽ നിർഭാഗ്യം ബാധിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ഓർമ്മിക്കണം. അങ്ങനെ ഓർമ്മിക്കുമ്പോൾ മാത്രമേ ആ മായയെ നമ്മൾ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും പോകുന്നുണ്ടല്ലോ, ഇന്ന് പോകുന്നില്ല. എല്ലാവർക്കും വേണ്ടിയിട്ടല്ല നമ്മൾ ചെല്ലുന്നത്, നമ്മൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സത്സംഗത്തിൽ ചെല്ലുന്നത്. അവർ നമ്മളെ കണ്ടോ കണ്ടില്ലെന്നതെന്നുള്ളതല്ല. ഒരുപക്ഷെ പ്രഭാഷകൻ കണ്ടില്ലായിരിക്കാം, ചോദിക്കുന്നില്ലായിരിക്കാം, സംഘാടകർ കണ്ടില്ലായിരിക്കാം,
അവർ ഗൗനിക്കുന്നില്ലായിരിക്കാം. ഒന്നും ഒരു ബാധകവുമല്ല. നമ്മൾ അവിടെ ചെല്ലുക, നമ്മൾ അവിടെ ഇരിക്കുക, നമ്മൾ കഥകൾ കേൾക്കുക, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുക, അല്ലെങ്കിൽ പ്രസാദം മാത്രം കഴിക്കുക. പക്ഷേ നമ്മൾ എവിടെ ഇരിക്കുന്നത്? സത്സംഗത്തിലാണ് ഇരിക്കുന്നത്. ദേവഭൂമിയിൽ, ദേവാലയത്തിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ദേവതമാരും ഇന്ദ്രൻ, ചന്ദ്രൻ, മഹാദേവര് എല്ലാവരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ലക്ഷ്മി ദേവിമാരും നിൽക്കുന്ന, സന്നിഹിതരായിരിക്കുന്ന ഒരു വേദിയിൽ ആണ് നമ്മൾ ഇരിക്കുന്നത് എന്നർത്ഥം. ഇതെല്ലാം ഗുരുക്കന്മാർക്ക്, ഗുരുക്കന്മാർ നമ്മളോട് മിണ്ടണ്ട, പക്ഷേ നമ്മളെ കാണാൻ സാധിക്കും. ഇപ്പോൾ വ്യാസപൂജ വരുന്നുണ്ട്, അതോ കഴിഞ്ഞോ? ഈ സ്കൂളിലെ ദേവതാകസ്വാമി വരുന്നതേ ഉള്ളൂ അല്ലേ? കഴിഞ്ഞു. ഗൗരവപൂർണിമയായിരുന്നു, കഴിഞ്ഞു. ഹരികൃഷ്ണ, ക്ഷമിക്കണം. അപ്പം എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട്. അപ്പോൾ എത്ര പേര് ഗുരുമഹാരാജന് ഓഫറിങ് ചെയ്തിട്ടുണ്ട് ഇവിടെ? ഓക്കെ, ഗുരുമഹാരാജന്റെ മാർച്ച് 28 പ്രഭു അത്. സാധാരണ ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. 28 അല്ലേ? അപ്പം എല്ലാവരും റെഡിയാവണം. എന്ത് റെഡിയാവണം? എന്തിന് റെഡിയാവണം? എന്താ റെഡിയാവേണ്ടത്? വ്യാസപൂർണിമയ്ക്ക് എന്താണ് റെഡിയാവേണ്ടത്? വ്രതം എടുക്കണം. ഹരേ കൃഷ്ണ. അതിലുപരി ഓഫറിങ് ചെയ്യാൻ റെഡിയാവണം. നമ്മൾ കിട്ടുന്ന ഒരു അവസരമാണ് ആ ഒരു വർഷത്തെ സമർപ്പണം എന്ന് പറയുന്നത്. നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം ഗുരുവിൻ്റെ നിർദ്ദേശത്താലാണ്, ഗുരുവിന് വേണ്ടിയിട്ടാണ്, നമ്മൾക്ക് വേണ്ടിയിട്ടല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ചെയ്യുന്ന ഭക്തിയുത സേവനങ്ങളെല്ലാം നമ്മൾ അത് ഗുരുവിന് സമർപ്പിക്കുകയാണ്. നമ്മുടെ അനുഭവങ്ങൾ പറഞ്ഞ് നമ്മൾ സമർപ്പിക്കുകയാണ്. ഒരിക്കലും ഒരാൾ പോലും അത് വിട്ടുപോകരുത്. അതിനും ഒരു കഥയുണ്ട്. ഒരിക്കൽ ഇതേപോലൊരു വ്യാസപൂർണിമ ദിവസത്തിൽ ഒരു മാതാജിക്ക് ഈ ഓഫറിങ് ചെയ്യാൻ സാധിച്ചില്ല, എഴുതാൻ സാധിച്ചില്ല. നമ്മൾ സമർപ്പിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഈ മാതാജി ഒന്ന് സമാധാനിച്ചു, ജസ്റ്റിഫൈ ചെയ്തു. സാരമില്ല, ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ, ഇഷ്ടംപോലെ ഡിവോട്ടീസ് വന്നിട്ടുണ്ടല്ലോ, അവരെല്ലാം ഓഫർ ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ഞാൻ മനസ്സുകൊണ്ട് ഓഫർ ചെയ്യാം. ഗുരു മഹാരാജ് എങ്ങനെ അറിയുന്നത് എന്നൊക്കെ പറഞ്ഞ് സ്വയം സമാധാനിച്ച് ഇരിക്കുകയാണ്. ഓരോരുത്തർ ഓഫറിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അവസാനം അതും നല്ല തിരക്ക്, ആർക്കും ആരെയും പരസ്പരം കാണാൻ സാധിക്കാത്ത രീതിയിൽ ഭക്തന്മാരെ കൊണ്ട് തിരക്ക്. ഏറ്റവും പിന്നിലാണ്, താമസിച്ചാണ് എത്തിയതും, ഏറ്റവും പിന്നിലാണ് ആ മാതാജി ഇരിക്കുന്നത്. ഗുരുമഹാരാജ് അവിടെ നിന്ന് വിളിച്ചു ചോദിച്ചു, ഹേ രാഗിണി, എന്തുകൊണ്ട് ഓഫറിങ് ചെയ്തില്ല? കണ്ടില്ലല്ലോ. ചെയ്തില്ലെന്നല്ല, രാഗിണി ഓഫറിങ് കണ്ടില്ലല്ലോ. ഞെട്ടിപ്പോയി മാതാജി. ഇത്രയും തിരക്കിനകത്ത് വെച്ചിട്ട് ഗുരുമഹാരാജന് എങ്ങനെ അത് അറിയാൻ സാധിച്ചു എന്നുള്ളത്. വാഞ്ചാകൽപതരൂപിച്ച കൃപാ സിന്ധൂപ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഞാൻ എല്ലാ ഭക്തന്മാർക്കും സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അവര് കൽപ്പവൃക്ഷങ്ങളെ പോലെയാണ് നമുക്ക് വരം തരാൻ. ഓമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാഖയ ചക്ഷുരുന്മീലിതം ഏന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ജ്ഞാനജന്യമായ വിവരക്കേടിനെ, തമസിനെ അകറ്റി ജ്ഞാനപൂരിതമായ
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത് സാന്നിധ്യത്തോടെ ആ വെളിച്ചം നൽകാൻ ഗുരു നമ്മളെ സഹായിക്കുന്നു എന്നർത്ഥം. ഇതൊന്നും വളരെ നിസ്സാരമായി കാണരുത്, വളരെ സെൻസിറ്റീവ് ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ കാര്യങ്ങൾ? ഇപ്പോഴേ റെഡിയാവുക. ഈ ഒരു വർഷത്തെ അനുഭവങ്ങൾ, ഭക്തിത സേവനത്തിലേക്ക് വന്നതിന് ശേഷമുള്ള അനുഭവങ്ങൾ, അതിൻ്റെ പുരോഗതികൾ എല്ലാം എഴുതി ചേർത്ത് അവിടെ സമർപ്പിക്കാം. ഹരേ കൃഷ്ണന്റെ ഭാവാർത്ഥം ഒന്ന് വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. ഇവിടെ സൗഹൃദം എന്ന വാക്ക് ഭക്തരോട് അത്യന്തം ദയയുള്ളവനാണ് ഭഗവാനോടുള്ള സ്നേഹത്തെ കുറിക്കുന്നുവെന്നും, സഖ്യം എന്നത് ഭഗവാന്റെ സഹവാസം ലഭിക്കാനുള്ള ആഗ്രഹത്തിൽ പ്രകടമാകുന്ന മമതയാണെന്നും, മൈത്രി എന്നത് ഉറ്റ സ്നേഹബന്ധത്തിന്റെ ഭാവമാണെന്നും, ദാസ്യം എന്നത് സേവനം ചെയ്യുവാനുള്ള വ്യഗ്രതയാണെന്നും ശ്രീല വിശ്വനാഥ ചക്രവർത്തി വിശദീകരിക്കുന്നു. ഒന്നുകൂടെ വായിച്ചേട്ടത്. സൗഹൃദം എന്നുള്ളത്, സൗഹൃദം എന്ന വാക്ക് ഭക്തരോട് അത്യന്തം ദയയുള്ളവനായ ഭഗവാനോടുള്ള സ്നേഹത്തെ കുറിക്കുന്നുവെന്നും, സഖ്യം എന്നത് ഭഗവാന്റെ സഹവാസം ലഭിക്കാനുള്ള ആഗ്രഹത്തിൽ പ്രകടമാക്കുന്ന മമതയാണെന്നും, മൈത്രി എന്നത് ഉറ്റ സ്നേഹബന്ധത്തിന്റെ ഭാവമാണെന്നും, ദാസ്യം എന്നത് സേവനം ചെയ്യുവാനുള്ള വ്യഗ്രതയാണെന്നും ശ്രീല ചക്രവർത്തി വിശദീകരിച്ചു. സേവനം ചെയ്യാൻ നമുക്ക് പരിപൂർണമായി സാധിക്കണമെന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് നമ്മള് സ്റ്റാറ്റസ് എന്തായിരിക്കണം? നമ്മൾ ദാസനായിരിക്കണം, ഒരു സെർവൻ്റ് ആയിരിക്കണം. ഒരു സെർവന്റിന് മാത്രമേ യജമാനനെ നല്ലതുപോലെ സേവിക്കാൻ സാധിക്കുകയുള്ളൂ. ഭോക്താരം വിഘ്നതപസാം വിഘ്നതപസാം സർവലോകമഹേശ്വരം സുഹൃതം സർവഭൂതാനാം മാം ശാന്തി മൃച്ഛതി. എല്ലാവരുടെയും സുഹൃത്താന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. അപ്പോൾ നമുക്ക് ഒരാളോടും നമുക്ക് ദേഷ്യം തോന്നാൻ സാധിക്കില്ല, ദേഷ്യപ്പെടാൻ നമുക്ക് കഴിയില്ല, അങ്ങനെ ഒരു മനസ്സുണ്ടാവത്തില്ല. ഭഗവാനെ എല്ലാവരുടെയും സുഹൃത്തായി കാണുമ്പോൾ, ഇപ്പോൾ ഭഗവാന്റെ സുഹൃത്തിനെ നമുക്ക് ദേഷ്യപ്പെടാൻ പറ്റുമോ? എന്ന് മാത്രമല്ല, ആ സുഹൃത്ത് എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാ രൂപേണ ഇരിക്കുന്നു. ഏതാ ശ്ലോകം വരുന്നത്? സർവസ്യചാഹം ഹൃദി സന്യോഷിതാമോഹനം ച വേദേശി സർവൈരഹമേവ വേദാന്ത വേദ വിദേഹ ചാഹ. അപ്പോൾ ആ സുഹൃത്തിനെ നമ്മൾ എങ്ങനെ കാണും? സഖാവായിട്ട് കാണും, സഖ്യം, അല്ലേ? ഒരു ഭക്തന്റെ ഗുണങ്ങളെ പറ്റിയാണ് ഇത് പരോക്ഷമായിട്ട് പറയുന്നത്, അല്ല പ്രത്യക്ഷമായിട്ട് തന്നെ പറയുന്നത്. ഏതാ ശ്ലോകം വരുന്നത്? ഈ അടുത്തിടയ്ക്ക് വിജയൻ സാറും ഇതങ്ങ് കോപ്പി ചെയ്തായിരുന്നു. അർത്ഥം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും വിജയൻ സാറ് ഈ ശ്ലോകം ചൊല്ലി. ഏതാ ശ്ലോകം? അദ്വേഷ്ട സർവഭൂതാനാം. എടുത്താട്ടെ. ഏതാ ശ്ലോകം വരുന്നത്? 12-ാം അധ്യായത്തിലെ 13-14 ശ്ലോകം എടുത്താട്ടെ. അദ്വേഷ്ട സർവഭൂതാനാം ഒരു ഭക്തന്റെ ക്വാളിറ്റിയാണ്. ഒരു ഭക്തന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ശരിയായ ഒരു പൗരന്റെ ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. വായിച്ചോട്ടെ. സർവഭൂതാനാം മൈത്രകരുണ ഏവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖസുഖക്ഷമേ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിത മനോബുദ്ധിർ യോ മദ്ഭക്ത സമേ പ്രിയഃ. എന്താ വിവർത്തനം? വിവർത്തനം ശില്പപാദ് കി ജയ്. മാത്സര്യം കൂടാതെ സർവ്വ ജീവസത്തകൾക്കും സുഹൃത്തായി ഒന്നിലും അവകാശബോധവും വിദ്യാഹങ്കാരവും ഇല്ലാതെ സുഖദുഃഖങ്ങളിൽ സമനില കൈക്കൊണ്ട് ക്ഷമാശാലിയായും സദാ സംതൃപ്തനായും നിയന്ത്രിത ആത്മാവായും മനസ്സും ബുദ്ധിയും എന്നിലുറപ്പിച്ച് ദൃഢനിശ്ചയത്തോടെ ഭക്തിയുത സേവനം അനുഷ്ഠിക്കുന്ന എന്റെ ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയങ്കരനാണ്. എത്ര മനോഹരമായ സന്ദേശം! ഇത് അർത്ഥം ഉൾക്കൊണ്ട് പറഞ്ഞിരുന്നെങ്കിൽ വളരെ സന്തോഷമായേനെ. കാര്യം അർത്ഥം അത്രയും അങ്ങോട്ട് അറിയാനല്ല
എന്നത് കാര്യം അങ്ങനെ തോന്നാൻ കാരണം ഏറ്റവും അവസാനത്തെ രണ്ടുപേര് സംസാരിച്ചില്ല. എന്താ? മൈ അർപ്പിത മനോബുദ്ധിർ യോ മത് ഭക്ത സമീപ്രിയ. എന്താ? എന്നിൽ അർപ്പിച്ച മനസ്സോടുകൂടി പ്രവർത്തിക്കുക. മൈ ആസക്ത മനാപാർത്ഥ. അടുത്ത ശ്ലോകം വരുന്നു. അയച്ചേട്ട. മൈ ആസക്ത മനാപാർത്ഥ. ആ ഏതാ ശ്ലോകം? യോഗം യുഞ്ചൻ മതാശ്രയ 7.1 7-ാം അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം എടുത്താട്ടെ. 7-1 എന്നിൽ ആസക്തമായ മനസ്സോടുകൂടി. അപ്പം അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം. ശരിയാണ്, നല്ല കാര്യമാണ് വിജയൻ സാറ് പറഞ്ഞത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരാളെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. എല്ലാവരോടും ഭഗവാൻ സുഹൃത്തായി കാണുന്നു. അങ്ങനെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു ക്യാരക്ടർ എത്ര നല്ലൊരു ക്യാരക്ടറാണ്. ഓരോ പൗരനും ഈ ഒരു ക്വാളിറ്റിയോട് കൂടിയാണ് ജനിക്കേണ്ടത്, ജീവിക്കേണ്ടത്, മരിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഭഗവത്ഗീത എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനം, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നവരെ അതിന് ആ മാർഗം തടസ്സമില്ലാതെ മുന്നോട്ട് പോകാനുള്ള സംവിധാനം ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. ഹരേ കൃഷ്ണ എടുത്തോ. മയ്യാസക്ത മയ്യാസക്ത 7.1. ഹരേ കൃഷ്ണ. മയാ സക്തമനാ പാർത്ഥ യോഗം ഉജ്ജന്മദാശ്രയ അസംശയം സമഗ്രം യഥാ ജ്ഞാസ്യസി തശൃണു. വിവർത്തനം. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ കുന്തി പുത്ര, എന്നെ കുറിച്ചുള്ള പൂർണ്ണ ബോധത്തോടെ എന്നിൽ ആസക്തമായ മനസ്സോടുകൂടി യോഗം പരിശീലിക്കുന്നത് കൊണ്ട് സംശയങ്ങൾ നീങ്ങി എന്നെ പൂർണ്ണമായി അറിയാൻ കഴിയുന്നത് എങ്ങനെയെന്ന് പറയാം, കേൾക്കൂ. എന്നിൽ ആസക്തമായ മനസ്സോടുകൂടി എങ്ങനെ ആസക്തമായ മനസ്സോട് യോഗം പരിശീലിക്കുന്നത് കൊണ്ട് സംശയങ്ങൾ നീങ്ങി എന്നെ പൂർണ്ണമായി അറിയാൻ കഴിയുന്നത് എങ്ങനെയെന്ന് പറയാം, കേൾക്കൂ. അപ്പോൾ ആ കാര്യങ്ങൾ ഒരു ഗുരുവിൽ നിന്ന് നമ്മൾ ശരണാഗതിയോടെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മനസ്സമാധാനം കിട്ടുന്നുള്ളൂ. അതുവരെ പുനരഭിജനനം, പുനരഭിമരണം. കൂടിയല്ല പിറക്കുന്ന നേരത്ത്, കൂടിയല്ല മരിക്കുന്ന നേരത്ത്, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിച്ച് എന്തിനു നാം വൃത. ഇതല്ലേ ഇപ്പം നടക്കുന്നത്. അടുത്ത പോയട്ടെ. 37. ഹരേ കൃഷ്ണ. മാതാജിമാരാരെങ്കിലും വായിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. ഭക്തായ ചിത്ര ഭഗവാൻ ഹി സമ്പദോ രാജം വിഭൂതീർണ സമർത്ഥയദ്യജ അദീർഘബോധായ വിചക്ഷണ സ്വയം പശ്യൻ നിപാതം ദിനിനാം മതോദ്ഭവം. വിവർത്തനമായി. ആധ്യാത്മിക ഉൾക്കാഴ്ചയില്ലാത്ത ഒരു ഭക്തന് ഭഗവാൻ രാജകീയ പദവിയും ഭൗതിക സ്വത്തുകളും പോലുള്ള അത്ഭുതകരങ്ങളായ ഭൗതിക ഐശ്വര്യങ്ങൾ നൽകാറില്ല. ജന്മരഹിതനായ ഭഗവാൻ ഐശ്വര്യമതം പൂണ്ട് സമ്പന്നൻ അധപതിക്കുന്നത് തന്റെ അമേയമായ ബുദ്ധിയാൽ അറിയുന്നു. നോക്കണം. രുക്മിണിയമ്മയും ഭഗവാനും തമ്മിൽ സംവാദമുണ്ട്. നല്ല രസമാണ്, വായിക്കണം. ശിവപ്രഭുപാദർ വളരെ ലളിതമായി തർജ്ജമ ചെയ്യുന്നുണ്ട് ശ്രീകൃഷ്ണ എന്ന ഗ്രന്ഥത്തിൽ. അവിടെ ചില ഭാഗങ്ങൾ വളരെ സെൻസിറ്റീവാണ്, കിണ്ടലാണ്. പക്ഷേ അതിനകത്ത് കുറച്ച് കാര്യങ്ങളും ഉണ്ട്. ഭാര്യയും ഭർത്താവും കൂടെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇടയ്ക്ക് എന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത് രുക്മിണിയമ്മ. എന്നാലും അതേ, ഇത്രയും പേര് ഉപേക്ഷിച്ചിട്ട്, ബന്ധുക്കളെയും സഹോദരങ്ങളെയും എല്ലാം ഉപേക്ഷിച്ചിട്ട് കേട്ടുകേൾവി മാത്രമുള്ള എന്നോട് എങ്ങനെ ഇറങ്ങി വരാൻ സാധിച്ചു? അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇപ്പം എല്ലാം രസമാണ്, വായിക്കണം. എനിക്കൊന്നുമില്ല, എൻ്റെതെന്ന് അഭിമാനിക്കാനൊന്നുമില്ല. നോക്കണം, ആരാ പറയുന്നത്? ഭഗവാൻ എന്ന് മാത്രമല്ല, ദ്വാരകാധിപനും കൂടിയാണ് പറയുന്നത്. ഞാൻ ഈ രാജാവായതൊന്നും അത് മരുമക്കത്തായ വിധി അനുസരിച്ചിട്ടൊന്നുമല്ല. എനിക്ക് രാജാവാകാൻ
യോഗ്യതയൊന്നുമില്ല. പക്ഷേ മാധുരനെ ഞാൻ വധിച്ചത് കൊണ്ട് ഞാൻ രാജാവായി, അത്ര തന്നെ. ഞാൻ വെറും കാലിച്ചെറുക്കൻ മാത്രമാണ്. എൻ്റേതെന്ന് അഭിമാനിക്കാൻ ഒന്നുമില്ല. ഈ രാജ്യമെല്ലാം മാധുരൻ്റേതായിരുന്നു. ഇനി എനിക്ക് ശേഷം വേറെ ആരുടെയൊക്കെയാവും. ഇത് മാത്രമല്ല, ഞാനിവിടെ എത്ര നാൾ ഇരിക്കണമെന്ന് പറയാനും പറ്റത്തില്ല. എന്നെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, സ്മരിച്ചുകൊണ്ടിരിക്കുന്ന 16,000 സ്ത്രീകളെയും ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. നോക്കൂ, ഞാൻ എത്ര ഭാഗ്യവാനാണ്. എനിക്ക് ഇവിടെ വരാൻ എനിക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കാര്യം എന്താ? എനിക്ക് രാജസിംഹാസനത്തിലിരിക്കാം, ഇഷ്ടംപോലെ റാണിമാരുണ്ട്. പക്ഷെ ഈ റാണിമാരോടൊത്ത് എപ്പോൾ വരെ ഉണ്ടാവുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. വെറുതെയാ. വൃന്ദാവനത്തിലെ സ്ത്രീകളുടെയൊക്കെ അവസ്ഥ തന്നെ ആയിരിക്കും നിങ്ങൾക്കും ഉള്ളത്. അതുകൊണ്ട് രുക്മിണി അമ്മ ഒരു കാര്യം ചെയ്യും, ഇനിയും സമയമുണ്ട്. ഇനി സമയം എന്ന് പറഞ്ഞാൽ ഭഗവാൻ വളരെ ഇൻഡയറക്റ്റായിട്ട് കൂടി പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരികയാണ്. ഒന്നിനോടും വലിയ ഒരു അറ്റാച്ച്മെന്റ്, മമത പാടില്ല എന്നുള്ളത്. ഇത്രയൊക്കെ ഭാര്യമാരുണ്ടായിട്ടും ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിക്കാനായിട്ട് ഞാൻ അവരെയെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്നു. ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഭഗവാന് സമർപ്പിതമായിട്ട് ചെയ്യുക എന്നുള്ളത്. രുക്മിണിയമ്മ ഇടയ്ക്ക് കരഞ്ഞു പോകും. ഇത്രയും കുറേ അങ്ങ് പറയും, കുറേ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഏകദേശം മണിക്കൂറുകളോളം സംസാരിക്കുകയാണെന്നുള്ളത്. അപ്പൊ ഇനിയും വേണമെങ്കിൽ ഒരു പുനർചിന്തനം ചെയ്യാം. എന്നെ ഉപേക്ഷിച്ചു പോകാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ രുക്മിണി അമ്മ അവിടെ ഒന്ന് ചിന്തിക്കും. ഇത് വായിച്ചിട്ടുണ്ടോ? ഈ ഭാഗങ്ങള് വായിച്ചിട്ടുണ്ടോ? ഇല്ല. കേട്ടിട്ടുണ്ട് പ്രഭുജി, കേട്ടിട്ടുണ്ട്. വായിക്കണം മനോഹരമായിട്ട്. അപ്പൊ രുക്മിണിയമ്മ ചിന്തിക്കും. എന്താ ചിന്തിക്കുന്നത്? വിവാഹബന്ധം വേർപെടുത്തുക എന്നുള്ളത് കേൾക്കാൻ കൂടി പറ്റത്തില്ല, സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. കാര്യം നമ്മുടെ ധർമ്മത്തിൽ, ഷോഡശ സംസ്കാരത്തിൽ വിവാഹം മാത്രമേ കാണാൻ പറ്റുന്നു, റെഫർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. വിവാഹം വേർപെടുത്തലുണ്ടോ? അതിനുണ്ടോ? ഉണ്ടോ? ഇല്ല ഇല്ല, ഇതൊരു പ്രശ്നമേ ഇല്ല. ഇത് നമ്മൾ ചിന്തിക്കണം. ഇത് ചിന്തിക്കണം. നമ്മള് അഗ്നിസാക്ഷിയായിട്ട് ഭഗവത് മന്ത്രത്തോടു കൂടി ആചാര്യൻ നമ്മുടെ കൈ പിടിച്ച്, വധൂവരന്മാരുടെ കൈ പിടിച്ച് പ്രദക്ഷിണം പരിക്രമ ചെയ്യിച്ച്, യജ്ഞം ചെയ്യിച്ച്, അഗ്നിസാക്ഷി എന്ന് പറയുമ്പോൾ, യജ്ഞസാക്ഷി എന്ന് പറയുമ്പോൾ ആരുടെ സാക്ഷിയാൽ? ആത്യന്തികമായിട്ട് ഭഗവാന്റെ സാന്നിധ്യത്തോടെ സാക്ഷിയായിട്ട് തുടങ്ങി വെക്കുന്ന ഒരു കുടുംബജീവിതത്തിൽ അതേ അനുവാദത്തോടു കൂടി, അതേ സാക്ഷ്യത്തോടു കൂടി വേണം വിവാഹം വേർപെടുത്താൻ. പക്ഷെ അത് പറഞ്ഞിട്ടുമില്ല. പിന്നെ നമ്മൾ എവിടാ പോകുന്നത്? കോടതിയിൽ. അപ്പൊ അതായത് തോന്നിവാസമാണ് കാണിക്കുന്നത് അർത്ഥം. നമ്മുടെ ഇഷ്ടത്തിനല്ലേ പോയത്? ആണോ? അല്ലേ? ഒരിക്കലും വിവാഹ വേർപിരിയലുകൾ നമ്മുടെ ശാസ്ത്രത്തിൽ, നമ്മുടെ ധർമ്മത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അർദ്ധാംകിനിയാണ്, അർദ്ധാംഗനാണ്. രണ്ടുപേരും പകുതി ഹൃദയത്തിന്റെ ഉടമകളാണ്. രണ്ടുപേരും ചേരുമ്പോൾ മാത്രമേ അത് മുഴുവൻ ഹൃദയമാകുന്നുള്ളൂ വിവാഹശേഷം. നല്ലൊരു ജനതയെ സൃഷ്ടിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഒരേ മനസ്സോടെ ആയിരിക്കത്തില്ല വരുന്നത്, ഒരേ സംസ്കാരത്തോടെ ആയിരിക്കത്തില്ല. വിഭിന്നമായ രണ്ട് വ്യക്തികൾ, വിഭിന്നമായ രണ്ട് സാഹചര്യങ്ങളോടുകൂടി ജനിച്ചു വളർന്നവർ, വിഭിന്നമായ ചിന്താഗതികൾ കൂടുതലും ഭൗതികമായോ ഉണ്ടായവർ. പക്ഷേ നമ്മൾ വിവാഹം എന്ന പേരിൽ ഒന്നിക്കുമ്പോൾ ആ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഏതാണ് സാഹചര്യം? ഭക്തിയുത സേവനം, ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം. രണ്ടുപേരും ഒരുമിച്ച്
ത്രിസന്ധ്യകളിൽ ഒരുമിച്ചിരുന്ന് നാമം ചൊല്ലുക, ഏകാദശി ദിവസങ്ങളിൽ ഒരുമിച്ച് ഉപവസിക്കുക, സത്സംഗങ്ങളിൽ ഒരുമിച്ച് പോവുക. അങ്ങനെ ഒരുമിച്ച് പോകുമ്പോൾ, ഒരേ മനസ്സോടെ പോകുമ്പോൾ നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ സാധിക്കും. പായക്കാഴ്ചകൾ പലതും കാണും. അതിനെയെല്ലാം അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ സാധിക്കണം. രസകരമായ നല്ലൊരു കഥയുണ്ട്. എൻ്റെ കഥാപാത്രങ്ങളെ പറ്റി കൂടുതൽ ഓർമ്മ വരുന്നില്ല. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒഥല്ലോ എന്നൊരു കഥാപാത്രത്തിൽ പണ്ട് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനുണ്ടായിരുന്നു. കേരള യൂണിവേഴ്സിറ്റി പഠിക്കാനുണ്ടായിരുന്നു ഡിഗ്രിക്ക് ഒഥല്ലോ. പിന്നീട് നമ്മുടെ യശസ്വരീനായ സാംബശിവനി കഥ പറയുകയും ചെയ്തിട്ടുണ്ട്. പറഞ്ഞാൻ വരുന്ന കാരണം, അതിനകത്ത് ഒഥല്ലോ എന്ന കഥാപാത്രത്തിൽ മകള് അവിടുത്തെ രാജാവിൻ്റെ മന്ത്രിയോടൊപ്പം ഇറങ്ങിപ്പോകും. അച്ഛൻ ചെന്ന് പരാതി പറയും, എൻ്റെ മകളെ ഒരാൾ തട്ടിക്കൊണ്ടുപോയെന്ന് പറയും. ഞാൻ ചുരുക്കി പറയുക, ആരായാലും ഞാൻ ശിക്ഷ കൊടുക്കും, ആരാണെന്ന് പറയൂ എന്ന് പറയുമ്പം അത് മറ്റാരും തന്നെയല്ല, അത് അങ്ങയുടെ മന്ത്രിതാണ്, റോഡ്രിഗോയോ സംതിങ്. വിളിക്കും, ചോദിക്കും. അപ്പോൾ മകൾ പറയും, എന്നെ ആരും തട്ടിക്കൊണ്ടു വന്നതൊന്നുമല്ല, എൻ്റെ പരിപൂർണമായ ഇഷ്ടത്തോടെ ഇറങ്ങി വന്നതാണ്, ആനുകാലികമായിട്ട് നമുക്ക് ബന്ധമുള്ളതാണ്, അതിനെക്കുറിച്ച് കൂടുതൽ പോകുന്നില്ല. അപ്പം ആ അച്ഛൻ പറയുന്നൊരു വാക്കുണ്ട്, വളരെ സെൻസിറ്റീവായ ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കും. അച്ഛൻ പറയും, ഇത്രയും നാൾ വളർത്തി വലുതാക്കി ഇങ്ങനെ ഒരു ശരീരത്തിന് ആ പ്രായമാക്കിയെടുത്ത് ആ അച്ഛനെ ഇന്ന് മകൾ തള്ളിപ്പറയുമ്പോൾ, റോഡ്രിഗോ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നാളെ നിന്നെയും തള്ളിപ്പറയും എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് പോവുകയാണ് വിഷമത്തോടെ. ഒരു തരത്തിൽ വളരെ സത്യമാണ് കാര്യം. ഇന്നിവിടെ എല്ലാ ബന്ധങ്ങളും നോക്കുന്നത് ശരീരത്തിൻ്റെ പൊലിമ അനുസരിച്ചിട്ടാണ്. ആ പൊലിമ നഷ്ടപ്പെടുമ്പോൾ ആ ബന്ധം അവിടെ ഇല്ലാതെയാകും. ശാശ്വതമായ ബന്ധം സ്ഥാപിക്കുന്നത് ആത്മീയമായൊരു ബന്ധം സ്ഥാപിക്കുമ്പോൾ മാത്രമാണ്. ആത്മീയമായൊരു ബന്ധം, ആ സ്പിരിച്വൽ കണക്ഷൻ ആത്മീയതയിലൂടെ എന്ന് പറയുമ്പോൾ ഭഗവാനിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. പദം പദാനുപദം ഓരോ ചുവടും ഈ ഭൗതിക ലോകത്തിൽ ആപത്തിൻ്റെതാണ്, വിപത്തിൻ്റെതാണ്. അത് സൂക്ഷ്മമായി കണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സുഖകരമായ നിമിഷങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ മനസ്സിന് യാതൊരു തരത്തിലും ശാന്തിയും സമാധാനവും കിട്ടില്ല. അതുതന്നെയാണ് വീണ്ടും പറഞ്ഞത്, ഭോക്താരം വ്യക്തിതവസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാന ജ്ഞാത്വാമാം ശാന്തി വിളിച്ചത്. എന്നെ സുഹൃത്തായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഇതെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ പല അസോസിയേഷനും പല വിവാഹബന്ധങ്ങളും പല സ്നേഹബന്ധങ്ങളും ഉണ്ടാകുന്നത് പുറം മോടിക്കനുസരിച്ചിട്ടാണ്. ശാരീരികമായിട്ടുള്ള ആകർഷണത്തെ സംബന്ധിച്ചാണ്. നാളെ ഈ തൊലി ചൊളിഞ്ഞു പോകുമെന്നോ, ഈ മുടി നരയ്ക്കുമെന്നോ, ഈ ശരീരം കൂനുമെന്നോ അവൻ ഓർമ്മിക്കുന്നില്ല. വിവാഹബന്ധം വളരെ സെൻസിറ്റീവാണ്. ഗൃഹസ്ഥ ജീവിതം നയിക്കേണ്ടതാണ്. ആ ഗൃഹസ്ഥ ജീവിതം നല്ല ഭക്തിയുത സേവനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും ആണ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതോ ബോറടിക്കുന്നുണ്ടോ?
ഇല്ല പ്രഭു. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. മനസ്സിലാകുന്ന ബോറടിക്കുന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതിന്റെ ഹരേ ഭാവാർത്ഥം കൃഷ്ണ. വായിച്ചിട്ടില്ല. ഭാവാർത്ഥം ഒന്ന് വായിച്ചിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ശുദ്ധ ഭക്തിയുത സേവനമെന്ന ഭഗവാന്റെ അമൂല്യവും അപൂർവവുമായ അനുഗ്രഹത്തിന് താൻ അർഹനല്ലെന്ന് വിനയാനിതനായ സുദാമ ബ്രാഹ്മണൻ കരുതുന്നുവെന്ന് ശ്രീ വിശ്വനാഥ ചക്രവർത്തി വിശദീകരിക്കുന്നു. തനിക്ക് യ- തൻ- തനിക്ക് യഥാർത്ഥ ഭക്തി ഉണ്ടായിരുന്നെങ്കിൽ ഭൗതിക സമ്പത്തുകൾക്കും സേവകർക്കും പകരം തനിക്ക് സമ്പൂർണവും അചഞ്ചലവുമായ ഭക്തി തന്നേനെ എന്ന് അദ്ദേഹം കാരണം കണ്ടെത്തുന്നു. കൃഷ്ണൻ കൂടുതൽ ഗൗരവമുള്ള ഒരു ഭക്തനെ ഇത്തരം ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ നൽകാതെ സംരക്ഷിക്കുകയേ ഉള്ളൂ. ആത്മാർത്ഥതയുള്ള എന്നാൽ ബുദ്ധി കുറഞ്ഞ ഒരു ഭക്തന് അയാൾ ആഗ്രഹിക്കുന്നതത്രയും ഭൗതിക സമ്പത്ത് ഭഗവാൻ നൽകുകയില്ല. അയാളുടെ ഭക്തിയുടെ വളർച്ചയ്ക്ക് സഹായകരമായ അത്രയും മാത്രം ഭഗവാൻ നൽകും. പ്രഹ്ലാദ മഹാരാജാവിനെ പോലൊരു മഹാത്മാവിന് അളവില്ലാതെ തുടരാൻ കഴിയും. പക്ഷേ എന്റെ പുതിയ അവസ്ഥയിൽ ഞാൻ പ്രലോഭനങ്ങളെക്കുറിച്ച് ഏറെ കരുതലെടുക്കേണ്ടതുണ്ട് എന്ന് സുദാമാവ് കരുതി. ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ ഹരേ ഭഗവാന്റെ കൃഷ്ണ. സൂക്തികൾ ശ്രവിക്കുകയും ആവർത്തിക്കുകയും ചെയ്യുക എന്ന അംഗീകൃത പ്രക്രിയയിലൂടെ ഭക്തിയോഗം പരിശീലിപ്പിച്ച് അന്തിമ വിജയം നേടാൻ സുദാമ ബ്രാഹ്മണനെ ഈ വിനയപൂർണമായ മനോഭാവം സഹായിച്ചുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹരേ ആ കൃഷ്ണ. ഹരേ കൃഷ്ണ. രുക്മിണി അമ്മയും ഭഗവാനും തമ്മിലുള്ള സംഭാവത്തിൽ ഈ ഒന്ന് രണ്ട് ഭാഗങ്ങൾ കൂടി അവിടെ വരുന്നു. എന്നെ എല്ലാവരും യാചകൻ എന്നാണ് വിളിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, പണക്കാരും എന്നെ വിളിക്കാറില്ല. ഇതും പറ ധനികന്മാർ അവര് ഭൗതികമായ സ്വപ്നലോകത്തിലും ഇടപെട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് എന്നെ ഓർമ്മിക്കാറില്ല. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ അവരിൽ നിന്ന് ധനം വലിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ധനമില്ലാത്ത പാവപ്പെട്ടവർ എന്നെ വിളിക്കുന്നത് കൊണ്ട് ഞാൻ അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഭഗവാൻ പറയുന്നുണ്ട് അവിടെ. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു ധനവാൻ പെട്ടെന്ന് പണമില്ലാത്തവനായി പോകുന്നത്? മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേട്ടുന്നതും ഭവാൻ, കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. ഭക്തിയുത സേവനത്തോടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കുള്ളതെല്ലാം അനന്യ ചിന്തയെന്തോ മാം യജന പരിഭാസതേ തേഷാ നിത്യാഭിയുക്താനം യോഗക്ഷേമ വഹാമിഹം. അന്യചിന്തയില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ അവർക്കുള്ളതെല്ലാം ഞാൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും ആവശ്യമുള്ളതെല്ലാം ഞാൻ കൊടുക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ഞാൻ പെട്ടെന്ന് നിർത്തുക, സമയം. അഞ്ചാകൽപതിരൂപ്യ കൃപാസിന്ധൂപ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ ഇതിനെക്കുറിച്ച്? ഹരേ ഹരേ കൃഷ്ണ പ്രഭുജി. ദണ്ഡോത്പ്രണാമം. പറഞ്ഞാട്ടോ. പ്രഭുജി, ഇപ്പൊ നമ്മൾ ആ വിവാഹത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. നമ്മുടെ ഡിവോട്ടീസിന്റെ ഇടയ്ക്ക് തന്നെ ഒത്തിരി പേര് ഇങ്ങനെ വിവാഹബന്ധത്തിലേക്ക് പോകുന്നുണ്ട്. അതെന്തായിരിക്കും കാരണം? അങ്ങനെ പറഞ്ഞില്ലേ മക്കളായാലും എങ്ങനെ? അല്ല, ചില ഡിവോട്ടീസിന്റെ മക്കള് പിരിയുന്നുണ്ട്. ചില ഡിവോട്ടി തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിയാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ വരാൻ കാര്യം എന്താ? അങ്ങനെ വരാൻ കാരണം ആ ഒരു ഭക്തിയുത സേവനത്തിന്റെ തീവ്രതയുടെ റേറ്റിംഗ് അനുസരിച്ചിട്ടാണ്. സി പ്രഭു, നമ്മള് ഹരേ കൃഷ്ണ. പ്രഭു, നമ്മുടെ വീട്ടില് ഒരാള് മാത്രമേ ഉള്ളൂ ഭക്തിയുത സേവനം ചെയ്യുന്നത്. ഇവര് ഭക്തിയില്ലാത്ത രീതിയിൽ ഒരുപാട് ദുഃഖങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുക. ഒരു കാര്യത്തിനും ഭർത്താവുമായിട്ട് ചേർന്ന് എങ്ങും പോവുകയില്ല, ഒരു അമ്പലത്തിൽ പോകത്തില്ല, ഒരു സത്സംഗന് വരില്ല. അങ്ങനെ ഓരോരോ ദുഃഖങ്ങളിൽ ഇങ്ങനെ കടന്ന് ജീവിച്ചോണ്ട് പോവുക. അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ. വളരെ ദുഃഖത്തിലാണ് എല്ലാ രീതിയിലും. തീർച്ചയായിട്ടും 19 വർഷം കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ലാതെ എങ്ങോട്ടും ഒന്ന് കൊണ്ടുപോവുക, ഒരു അമ്പലത്തിൽ പോവുക, യാതൊരു ഒരു പ്രയോജനം ഇല്ലാത്തുള്ള ഒരു ദുഃഖത്തില് കഴിയുക. കാര്യം ഇതെല്ലാം സത്സംഗത്തിലേക്കാണ് വരുന്നത്. ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട്, കൊണ്ടുപോകില്ല, വരികയില്ല. എന്താണ് കാര്യം? ഇതെല്ലാം ഇൻഡിവിജ്വൽ ജീവാത്മാക്കളാണ്. അതെ ഭഗവാനെ. എല്ലാം മാതാജി കൂടുതൽ വിഷമിക്കരുത്. പൂർവ്വജന്മത്തിന്റെ ഭാഗമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ജീവിതമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പല കർമ്മങ്ങളും ഉണ്ടാകും അതിനകത്ത്. പക്ഷെ അവർക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്, അത് അവരത് തിരിച്ചറിയുന്നില്ല. അവർക്ക് കിട്ടിയ ഭാഗ്യം എന്ന് പറയുന്നത്
ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബത്തിലാണ് ജനിച്ചിരിക്കുന്നുള്ളത്. അതായത് മാതാജിയുടെ കുടുംബത്തിലാണ് ജനിച്ചതെന്നുള്ളത്. അതെ. അപ്പോ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. സുഖമെന്ന പ്രസാദം കൊടുക്കാനുള്ളത് കൊടുക്കുക. അവർക്കും ഒരു സമയം വരും. ആ സമയം വരെ നമ്മൾ കാത്തിരിക്കുക ക്ഷമയോടെ. ക്ഷമിച്ച് തീർച്ചയായിട്ടും ഇത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ല മാതാജി. പൂർവ്വജന്മത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ കാര്യം അങ്ങ് പറയാം, സ്റ്റേജിൽ ഇരുന്നിട്ട് കസേരയിൽ ഈ കാര്യമൊക്കെ സംസാരിക്കാം, പക്ഷെ അനുഭവിക്കുന്ന നമ്മളല്ല, ശരിയാണ്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ്, നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നാമം ജപിക്കുക. എല്ലാം ശരിയാവും, പതുക്കെ പതുക്കെ പതുക്കെ, കുറച്ച് സമയമെടുക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഡയബറ്റിക് പേഷ്യൻ്റേത് പോലെയാണ്. ചിലർക്ക് ഒറ്റ ഡോസ് കൊണ്ട് ഷുഗർ നേരെ കൺട്രോൾ ആവും. ചിലർക്ക് ഒരു ഇൻസുലിൻ എടുത്താൽ മതി. ചിലർക്ക് ഒരു ദിവസം 5ഉം 6ഉം ഇൻസുലിൻ എടുക്കേണ്ടി വരും. ഇവരെ എല്ലാം ഒരുമിച്ച് ഒരൊറ്റ പദത്തിലാണ് നമ്മൾ പറയുന്നത്, ഷുഗർ രോഗി, ഡയബറ്റിക് പേഷ്യൻ്റ്. ഇതേ ഉള്ളു കാര്യം. ഇത് നമ്മൾ തിരിച്ചറിയുക. നമുക്കും അങ്ങനെ ഒരു യോഗമുണ്ടാകാം. അപ്പോൾ അത് നമുക്കതിനൊരു സന്തോഷം തന്നിട്ടുണ്ട്, ഭഗവാനെ പിടിക്കാനുള്ളത്. ഇത്രയൊക്കെ വിഷമത്തിൻ്റെ നടുവിൽ നമുക്കൊരു സന്തോഷം തന്നു ഭഗവാനെ പിടിക്കാൻ സാധിക്കുന്നതും ഇതുപോലെ സംസാരിക്കാൻ സാധിക്കുന്നതും. ആ ഒരു മനസ്സോടെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാകും. യാതൊരു സംശയമില്ല കാര്യത്തിൽ. മാതാജി എഴുതി വെച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു ഇന്ന് ഞായറാഴ്ചയാണ്, സത്സംഗമുള്ള ദിവസമാണ്. അപ്പൊ പ്രഭുവിന്റെ ഈ വാക്കുകള് എല്ലാവരുടെയും ഉള്ളിൽ ആ സത്സംഗത്തിൽ പങ്കെടുക്കാനുള്ള പ്രേരണയായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രഭു. എല്ലാവരും അത് മനസ്സിലാക്കാൻ കഴിയട്ടെ. ഹരേ കൃഷ്ണ. എനിക്ക് അത്യാവശ്യത്തിന് ഒരിടത്ത് പോകണം, എന്നാലും ഞാൻ സത്സംഗം വരും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ് ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഇവിടെ സമയം കഴിഞ്ഞിരിക്കുവാണ്. എല്ലാരും നല്ലൊരു ഏകാദശി എൻജോയ് ചെയ്തു. എല്ലാരും ഹാപ്പി ആണെന്ന് തോന്നുന്നു. നമ്മൾക്ക് ഏകാദശി ദിനം എല്ലാവർക്കും മംഗളങ്ങൾ വരട്ടെ. പ്രഭുജിക്കും നമ്മുടെ മുരളീനാഥ് കൃഷ്ണ പ്രഭുജിന്റെ ഫാമിലിക്കും കുടുംബത്തിനും വേണ്ടി യാതൊരു മുടക്കവും കൂടാതെ നമുക്ക് സത്സംഗം തരുന്നതിലേക്ക് വേണ്ടിയിട്ട് നമ്മള് സ്നേഹപൂർവ്വം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഹരേ പതിതാനാം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനേകോടി വൈഷ്ണവൃന്ദയ്ക്ക് ഹരിനാമ സങ്കീർത്തന യജ്ഞയ്ക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രയ്ക്ക് ശ്രീല പ്രഭുപാദിക്ക് ജയ്. ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ പ്രഭുജി. ദണ്ഡവത് പ്രണാമം. ഹരേ കൃഷ്ണ.